പ്രശസ്തിയിൽ നിന്നും തിളങ്ങുന്ന താരമൂല്യത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ആഗ്രഹിച്ചയാളാണ് നീൽ ആംസ്ട്രോങ്. എങ്കിലും മറ്റാർക്കും സ്വന്തമാക്കാനാവാത്ത ഒരു പ്രഭാവലയം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു. അത് പല രൂപത്തിലാണ് വെളിപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിലെ വൻകിട കമ്പനികളും വ്യവസായ ഗ്രൂപ്പുകളും അവരുടെ വക്താവായി നീൽ ആംസ്ട്രോങ്ങിനെ കിട്ടണമെന്നാഗ്രഹിക്കുക സ്വാഭാവികം. അവർ ആംസ്ട്രോങ്ങിനെ അതിനായി ക്ഷണിച്ചു തുടങ്ങി. ഓട്ടോമൊബൈൽ കമ്പനിയായ ക്രൈസ്ലറാണ് ആംസ്ട്രോങ്ങുമായി അത്തരമൊരു കരാറുണ്ടാക്കുന്നതിൽ വിജയിച്ചത്. ആംസ്ട്രോങ് അവരുടെ വക്താവാകാമെന്ന് സമ്മതിച്ചു. അവരുടെ എഞ്ചിനീയറിംഗ് വിഭാഗം വളരെ മികച്ചതാണെന്ന അഭിപ്രായം ആംസ്ട്രോങ്ങിനുണ്ടായിരുന്നു. ആംസ്ട്രോങ് അവരുമായി സഹകരിക്കുന്ന സന്ദർഭത്തിൽ അവർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ താൻ അവരെ സഹായിക്കുന്നത് ഒരു നല്ല കാര്യമായിരിക്കുമെന്ന് ആംസ്ട്രോങ്ങിന് തോന്നി. ആ കമ്പനിയുടെ പ്രത്യേകതകളും ഗുണങ്ങളും എടുത്തു പറയുന്ന ഒരു പരസ്യ ചിത്രീകരണത്തിന്റെ ഭാഗമാകാൻ ആംസ്ട്രോങ് തയ്യാറായി. ജനറൽ ട്രേഡ് കോർപ്പറേഷൻ, ബാങ്കേഴ്സ് അസോസിയേഷൻ ഓഫ് അമേരിക്ക തുടങ്ങി പലതിന്റെയും വക്താവും ബ്രാൻഡ് അംബാസിഡറുമായി അദ്ദേഹം രംഗത്തു വന്നു. അമേരിക്കൻ കമ്പനികൾക്ക് വേണ്ടിയുള്ള പ്രചാരണ പരിപാടികൾ ചെയ്യാൻ മാത്രമേ ആംസ്ട്രോങ്ങിന് താൽപ്പര്യമുണ്ടായിരുന്നുള്ളൂ. ക്രൈസ്ലർ ഉൾപ്പെടെയുള്ള കമ്പനികളുടെ സ്പോക്ക് പേഴ്സണായിരിക്കുന്നതിനു പുറമെ നിരവധി കമ്പനികളുടെ ഡയറക്ടർ ബോർഡിലും ആംസ്ട്രോങ് പ്രവർത്തിച്ചു തുടങ്ങി. ഗേറ്റ്സ് ലെയർജെറ്റ് എന്ന വിമാന നിർമ്മാണ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലാണ് അദ്ദേഹം ആദ്യമായി അംഗമായത്. ഒരു ടെസ്റ്റ് പൈലറ്റ് എന്ന നിലയിൽ 200-ലധികം തരത്തിലുള്ള വിമാനങ്ങൾ ആംസ്ട്രോങ് പറത്തിയിട്ടുണ്ട്. അതിനു പുറമെ അദ്ദേഹം നേവിയുടെ വൈമാനികനായിരുന്നു. കൊറിയൻ യുദ്ധത്തിൽ വൈമാനികനെന്ന നിലയിൽ ആംസ്ട്രോങ് സ്തുത്യർഹമായ സേവനം നൽകിയിട്ടുമുണ്ട്. ചന്ദ്രനിലേക്കുള്ള യാത്ര കഴിഞ്ഞു മടങ്ങി വന്നതിനു ശേഷം പരീക്ഷണ പറക്കലുകൾക്കൊന്നും അദ്ദേഹം വലിയ താൽപ്പര്യം കാണിക്കാറില്ല. എങ്കിലും ഗേറ്റ്സ് ലെയർജെറ്റിന്റെ ഡയറക്ടർ ബോർഡിൽ എത്തിയതിനു ശേഷം അദ്ദേഹം അവരുടെ വിമാനങ്ങൾ പറത്തി നോക്കാറുണ്ട്. അവരുടെ പുതിയ തരം വിമാനങ്ങൾ ഉയരത്തിൽ പറക്കാനുള്ള അദ്ദേഹത്തിനുള്ള കൗതുകത്തെ വീണ്ടും ഉണർത്തി. 1979 ഫെബ്രുവരിയിൽ ഗേറ്റ്സ് ലെയർജെറ്റ് വിമാനം പറത്തിക്കൊണ്ട് ബിസിനസ് വിമാനം പറത്തുന്നതിനുള്ള ചില പുതിയ ലോക റെക്കോർഡുകൾ സൃഷ്ടിക്കാനും ആംസ്ട്രോങ്ങിന് കഴിഞ്ഞു. ചക്രവാളത്തിന് സമാന്തരമായി 51,130 അടി ഉയരത്തിൽ വിമാനം പറത്തിക്കൊണ്ട് ഓൾട്ടിറ്റ്യൂഡ് ഇൻ ഹൊറിസോണ്ടൽ ഫ്ലൈയിങ്ങിൽ അതുവരെ ഉണ്ടായിരുന്ന റെക്കോർഡ് ആംസ്ട്രോങ് തിരുത്തി. അതുപോലെ തന്നെ 12 മിനിറ്റ് 27 സെക്കൻഡ് സമയം ഉപയോഗിച്ച് 15,000 മീറ്റർ ഉയരത്തിൽ വിമാനം പറത്തിയ ആംസ്ട്രോങ് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര ഉയരം കീഴടക്കിയ വ്യക്തിയെന്ന റെക്കോർഡും സൃഷ്ടിച്ചു. ഏറെക്കാലം ആംസ്ട്രോങ്ങിന്റെ ഈ റെക്കോർഡുകൾ ഭേദിക്കപ്പെടാതെ നിലനിന്നു. സിൻസിനാറ്റിയിലെ നിരവധി വ്യവസായ സംരംഭങ്ങൾ ഇതിനകം അദ്ദേഹവുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. 1973 ആംസ്ട്രോങ് സിൻസിനാറ്റി ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്കൽ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടർ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 21 വർഷം ആംസ്ട്രോങ് സിൻസിനാറ്റി ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ തുടർന്നു. 1994 സിൻസിനാറ്റി ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്കൽ കമ്പനി സിനർജിയിലെ PSI എനർജി എന്ന കമ്പനിയുമായി ലയിക്കുന്നതുവരെ അദ്ദേഹം ആ സ്ഥാനത്തുണ്ടായിരുന്നു. പിന്നീട് 6 വർഷത്തോളം പുതിയ കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലും ആംസ്ട്രോങ് അംഗമായി. കമ്പനിയിലെ സഹപ്രവർത്തകർക്കെല്ലാം ആംസ്ട്രോങ്ങിനെ കുറിച്ച് നല്ല അഭിപ്രായമേ പറയാനുള്ളൂ. ബോർഡ് മീറ്റിംഗുകളിലെ ശാന്തമായ സാന്നിധ്യം,
ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ മനുഷ്യൻ എന്ന തന്റെ പ്രത്യേകത അദ്ദേഹം എവിടെയും പ്രദർശിപ്പിച്ചില്ല. മീറ്റിംഗുകളിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഏറ്റവും വിനയവും മര്യാദയും നിറഞ്ഞ ഭാഷയിലായിരിക്കണമെന്ന് ആംസ്ട്രോങ്ങിന് നിർബന്ധമുണ്ട്. സിൻസിനാറ്റി ഇലക്ട്രിക്കൽ കമ്പനിക്ക് ആണവോർജവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ താൽപ്പര്യമുണ്ടായിരുന്നു. അവരുടെ സാങ്കേതിക രംഗത്തെ മികവ് വർദ്ധിപ്പിക്കാൻ അവർ ആംസ്ട്രോങ്ങിന്റെ സഹായം ഉപയോഗപ്പെടുത്തി. തനിക്ക് ബിസിനസ് പശ്ചാത്തലമൊന്നുമില്ലെങ്കിലും സാങ്കേതിക മേഖലയിലുള്ള വൈദഗ്ധ്യം കണക്കാക്കിയാവും ഈ സ്ഥാപനങ്ങൾ തന്നെ സമീപിക്കുന്നതെന്നായിരുന്നു ആംസ്ട്രോങ്ങിന്റെ വിശ്വാസം. മാധ്യമപ്രവർത്തകരുമായി പരമാവധി അകലം സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുമ്പോഴും സിൻസിനാറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡിലും ആംസ്ട്രോങ് അംഗമായിരുന്നുവെന്നത് രസകരമായ കാര്യമാണ്. ടാഫ്റ്റ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന വിനോദ ടെലിവിഷൻ റേഡിയോ കമ്പനിയായിരുന്നു അത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും തന്നെ പിന്തുടരുന്ന പ്രശസ്തി ആംസ്ട്രോങ്ങിനെ വല്ലാതെ ശല്യപ്പെടുത്തി. ആ അലട്ടലിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ കുടുംബവും പലപ്പോഴും പണിപ്പെട്ടു. മാധ്യമങ്ങളെ അകറ്റി നിർത്താനുള്ള ആംസ്ട്രോങ്ങിന്റെ എല്ലാ ശ്രമങ്ങളെയും മറികടന്ന് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ തേടി വന്നുകൊണ്ടിരുന്നു. ഒഹായോയിലെ ലെബനോനിൽ തന്റെ കൃഷിക്കളത്തിനോട് ചേർന്ന വീട്ടിൽ താമസിക്കുന്ന ആംസ്ട്രോങ്ങിനെ കാണാൻ അവരുടെ വീടിന് മുമ്പിലുള്ള റോഡിൽ എപ്പോഴും ആരെങ്കിലുമൊക്കെ കാത്തു നിൽക്കുന്നുണ്ടാവും. തെരുവിൽ നിൽക്കുന്നയാളുകൾ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് ഒഴിവാക്കാൻ ജനാലയുടെ വിരികൾ എപ്പോഴും ജാനറ്റ് ആംസ്ട്രോങ് വലിച്ചിട്ടു. ആംസ്ട്രോങ്ങിന്റെ ടെലിവിഷൻ അഭിമുഖങ്ങളോ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളോ പുറത്തു വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആംസ്ട്രോങ്ങുമായി ബന്ധപ്പെട്ട നിരവധി കഥകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയിരുന്നു. ചെറുപ്പം മുതൽ ആംസ്ട്രോങ് ആധുനിക സയൻസ് ഫിക്ഷൻ എഴുത്തുകാരനായ ജൂൾസ് വെർനെയുടെ പുസ്തകങ്ങൾ വായിച്ചിരുന്നുവെന്നും അക്കാലത്ത് അദ്ദേഹം ചന്ദ്രനിൽ പോകുമെന്ന് പറഞ്ഞിരുന്നുവെന്നുമാണ് ഒരു കഥ. എന്നാൽ യാഥാർത്ഥ്യബോധമില്ലാത്ത അത്തരമൊരു സ്വപ്നവും തനിക്കുണ്ടായിരുന്നില്ലെന്ന് ആംസ്ട്രോങ് തന്നെ വെളിപ്പെടുത്തി. കോളേജിലെത്തിയതിനു ശേഷമാണ് താൻ സയൻസ് ഫിക്ഷൻ വായിക്കാൻ തുടങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു. വിമാനം കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാരിലൊരാളായ ഓർവെൽ റൈറ്റുമായി ആംസ്ട്രോങ് കുട്ടിക്കാലത്ത് കൂടിക്കാഴ്ച നടത്തിയെന്നും വിമാനത്തെക്കുറിച്ച് അവർ മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നുവെന്നുമാണ് പത്രങ്ങൾ പടച്ചുവിട്ട മറ്റൊരു കഥ. ആംസ്ട്രോങ്ങിന് 17 വയസ്സുള്ളപ്പോഴാണ് ഓർവെൽ റൈറ്റ് മരിക്കുന്നത്. അവരിരുവരും ഒഹായോയുടെ 2 ഭാഗങ്ങളിൽ ഒരേ കാലത്ത് ജീവിച്ചിരുന്നുവെങ്കിലും തനിക്കൊരിക്കൽ പോലും ഓർവെൽ റൈറ്റിനെ കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ലെന്ന് ആംസ്ട്രോങ് വെളിപ്പെടുത്തി. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ആംസ്ട്രോങ് തന്നെയായിരിക്കണം ചന്ദ്രനിൽ ആദ്യം ഇറങ്ങേണ്ടയാളെന്ന് നാസ നേരത്തെ തീരുമാനിച്ചിരുന്നുവെന്നാണ് ഇനി ഒരു കണ്ടെത്തൽ. അത് തെറ്റാണെന്നും വളരെ യാദൃശ്ചികമായി താൻ ആ അവസരത്തിലേക്ക് ചെന്നെത്തുകയായിരുന്നുവെന്നും ആംസ്ട്രോങ് വെളിപ്പെടുത്തി. എങ്കിലും ചന്ദ്രനിലേക്ക് ആദ്യം ഇറങ്ങാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആംസ്ട്രോങ് എന്ന കഥയുടെ പ്രചാരണം ഇപ്പോഴും തുടരുന്നു. ചന്ദ്രനിൽ കാൽകുത്തിയ നിമിഷം ആംസ്ട്രോങ് പറഞ്ഞ വാക്കുകൾ നാസയിൽ നിന്ന് എഴുതി തയ്യാറാക്കി കൊടുത്തതാണെന്ന് തുടങ്ങി ചന്ദ്രനിലേക്ക് ആദ്യമിറങ്ങാനുള്ള അവസരത്തിനു വേണ്ടി നാസയിൽ ആംസ്ട്രോങ് സ്വാധീനം ചെലുത്തിയിരുന്നുവെന്നുവരെയുള്ള പല കഥകളും അക്കാലത്ത് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. പരസ്പര വിരുദ്ധമായ കഥകളായിരുന്നു മിക്കതും.
ആംസ്ട്രോങ്ങിനെക്കുറിച്ചുള്ള സാങ്കല്പിക കഥകളിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായി പ്രചരിച്ചതും ഒടുവിൽ അമേരിക്ക തന്നെ നേരിട്ടിടപെട്ട് നിഷേധക്കുറിപ്പ് ഇറക്കേണ്ടി വന്നതുമായ കഥ ആംസ്ട്രോങ് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു എന്നതാണ്. ചന്ദ്രനിൽ വെച്ച് ആംസ്ട്രോങ് പ്രാർത്ഥനാഗീതം പോലെ എന്തോ ഒന്ന് കേട്ടുവെന്നും ഭൂമിയിൽ മടങ്ങിയെത്തിയതിനു ശേഷം ഏതോ വിദേശ രാജ്യത്ത് വെച്ച് ആ ഗീതം ഒരിക്കൽ കൂടി കേട്ടുവെന്നും അതിൽ പിന്നെ ആംസ്ട്രോങ് ഇസ്ലാം മതാചാരമനുസരിച്ചാണ് ജീവിക്കുന്നത് എന്നുമാണ് കഥ. ഇസ്ലാമിക രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്തോനേഷ്യയിൽ ഈ കഥ വ്യാപകമായി പ്രചരിച്ചു. ഒടുവിൽ 1980കളുടെ മധ്യത്തിൽ മധ്യേഷ്യൻ രാജ്യങ്ങളിലെ പത്രപ്രതിനിധികളോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ടെലികോൺഫറൻസ് നടത്താൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ആംസ്ട്രോങ്ങിനെ സഹായിച്ചു. താൻ ചന്ദ്രനിൽ വെച്ച് അങ്ങനെ ഒരു ശബ്ദവും കേട്ടിട്ടില്ലെന്നും ഒരിക്കലും മതപരിവർത്തനത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും ആംസ്ട്രോങ് അവരോട് വിശദമാക്കി. ചന്ദ്രനിലേക്ക് നീൽ ആംസ്ട്രോങ് ഇറങ്ങി എന്ന വാർത്ത തന്നെ വ്യാജമാണ് എന്നൊരു പ്രചാരണവും അക്കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി നടന്നിരുന്നു. എന്നാൽ അപ്പോളോ 11 ചാന്ദ്രദൗത്യത്തിന് ശേഷവും മനുഷ്യർ ചന്ദ്രനിലേക്കുള്ള യാത്ര തുടർന്നതിനാലും ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഇപ്പോഴും അതിനായുള്ള പരിശ്രമങ്ങൾ നടക്കുന്നതിനാലും ആ കഥയ്ക്ക് അധികം ആയുസ്സുണ്ടായില്ല. 1980 വരെ ആംസ്ട്രോങ് സിൻസിനാറ്റി യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായി തുടർന്നു. 81 ആംസ്ട്രോങ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രാജിവെച്ചു. അധ്യാപക ജോലി ഉപേക്ഷിച്ചുവെങ്കിലും ആംസ്ട്രോങ് തന്റെ പൂർവ്വ വിദ്യാർത്ഥികളുമായുള്ള ബന്ധം തുടർന്നു. 1980കളുടെ മധ്യത്തിൽ ആംസ്ട്രോങ് രസകരമായ മറ്റൊരു പരീക്ഷണ യാത്രയുടെ ഭാഗമായി. സാഹസിക പര്യടനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ വിദഗ്ധനായ മൈക്ക് ഡൺ ആയിരുന്നു ആ പരിപാടി ആസൂത്രണം ചെയ്തത്. ലോകത്തിൽ അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും സാഹസികരായ സഞ്ചാരികളിൽ ചിലരെ ഒരുമിച്ചു ചേർത്ത് മനുഷ്യർ അധികം കടന്നു ചെന്നിട്ടില്ലാത്ത നോർത്ത് പോളിലേക്ക് ഒരു യാത്ര. അതാണ് അദ്ദേഹത്തിന്റെ പദ്ധതി. സർ എഡ്മണ്ട് ഹിലാരിയെയാണ് അദ്ദേഹം ആദ്യം ക്ഷണിച്ചത്. ആദ്യമായി എവറസ്റ്റ് കൊടുമുടിക്ക് മുകളിൽ ടെൻസിങ്ങിനൊപ്പമെത്തിയ സാഹസികനാണ് ഹിലാരി. എഡ്മണ്ട് ഹിലാരിയും അദ്ദേഹത്തിന്റെ പർവ്വതാരോഹകനായ മകൻ പീറ്ററും യാത്രയ്ക്ക് തയ്യാറായി. അടുത്തതായി മൈക്ക് ഡൺ സമീപിച്ചത് നീൽ ആംസ്ട്രോങ്ങിനെയാണ്. ഹില്ലാരിക്കൊപ്പം നോർത്ത് പോളിലേക്ക് ഒരു യാത്ര, താങ്കൾ തയ്യാറുണ്ടോ? ആംസ്ട്രോങ് പെട്ടെന്ന് തന്നെ ആ ക്ഷണം സ്വീകരിച്ചു. അദ്ദേഹം ചന്ദ്രനിൽ നിന്ന് മാത്രമേ നോർത്ത് പോൾ കണ്ടിട്ടുള്ളൂ. ഭൂമിയിൽ നിന്ന് ഉത്തരധ്രുവത്തെ അടുത്ത് കാണണമെന്നുണ്ട്. നീൽ ആംസ്ട്രോങ്ങിനെയും എഡ്മണ്ട് ഹില്ലാരിയെയും പീറ്റർ ഹില്ലാരിയെയും കൂടാതെ 2 പേർ കൂടി അവർക്കൊപ്പം ഉത്തരധ്രുവത്തിലേക്ക് പോകാൻ തയ്യാറായി. ഒരു ബലൂണിൽ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് റെക്കോർഡ് നേടിയ സാഹസികൻ സ്റ്റീവ് ഫോസറ്റും 7 വൻകരകളിലെയും ഏറ്റവും ഉയരം കൂടിയ സ്ഥലങ്ങളിൽ ആദ്യമായി എത്തിയ ആളെന്ന് പേരുകേട്ട പാട്രിക് മോർറോയുമാണ് നീൽ ആംസ്ട്രോങ്ങിനും എഡ്മണ്ട് ഹില്ലാരിക്കും അദ്ദേഹത്തിന്റെ മകനുമൊപ്പം ആ യാത്രാസംഘത്തിൽ ചേർന്നത്. കനേഡിയൻ ബുഷ് പൈലറ്റുമാരുടെ സഹായത്തോടെ സ്കീയിംഗ് സംവിധാനമുള്ള ചെറുവിമാനങ്ങളിൽ അവർ ഉത്തരധ്രുവത്തിലേക്ക് യാത്ര തിരിച്ചു. അങ്ങോട്ടുള്ള യാത്രയിൽ കാലാവസ്ഥ സഞ്ചാരികൾക്ക് അനുകൂലമായിരുന്നു. 1985 ഏപ്രിൽ 6 അവർ നോർത്ത് പോളിലെത്തി. എൽസ്മിയർ ദ്വീപിലെ ലേക്ക് ഹേസനാണ് അവിടെ എത്താവുന്ന അവസാന പോയിന്റ്. അവിടെ എത്തുമ്പോൾ ഒരു ചെറിയ ആഘോഷത്തിനായി കയ്യിൽ കരുതിയിരുന്ന ഷാംപെയിൻ കുപ്പി അവർ തുറന്നു. പക്ഷേ
2 ഗ്ലാസുകളിലേക്ക് പകർന്നപ്പോൾ തന്നെ ഷാംപെയിൻ ഐസായി മാറിക്കഴിഞ്ഞിരുന്നു. നിശ്ചിത സമയം ഉത്തരധ്രുവത്തിൽ തങ്ങിയതിനു ശേഷം അവർ മടക്കയാത്ര ആരംഭിച്ചു. പക്ഷേ മടക്കയാത്രയിൽ എൽസ്മിയർ ദ്വീപിലെ കാലാവസ്ഥ പെട്ടെന്ന് മോശമായി. മഞ്ഞു നിറഞ്ഞതിനാൽ ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയാത്ത അവസ്ഥ. അവരവിടെയുള്ള ഒരു ചെറിയ കുടിലിൽ അഭയം തേടി. 3 ദിവസം ആ സംഘത്തിന് അവിടെ കഴിയേണ്ടി വന്നു. ചുറ്റും തണുപ്പും കാറ്റുമാണ്. പുറത്ത് -40 ഡിഗ്രിയാണ് തണുപ്പ്. ഇപ്പോൾ ശരിക്കും ബഹിരാകാശത്തിലെത്തിയ അവസ്ഥയാണ്. ആംസ്ട്രോങ് അദ്ദേഹത്തിനൊപ്പം വന്ന സഞ്ചാരികളുമായി നല്ല സൗഹൃദത്തിലായി കഴിഞ്ഞിരുന്നു. കൊടിയ തണുപ്പിൽ, വിജനതയിൽ പതുക്കെ അദ്ദേഹം തന്റെ ചന്ദ്രനിലേക്കുള്ള യാത്രയുടെ വിശദാംശങ്ങൾ അവരോട് പറയാൻ തുടങ്ങി. 1969 മുതൽ മാധ്യമങ്ങളും മറ്റു പലരും ശ്രമിച്ചിട്ടും പറയാതിരുന്ന ചന്ദ്രനിലേക്കുള്ള യാത്രയുടെ വിശദാംശങ്ങൾ ഓരോന്നും അദ്ദേഹം അവരോട് പങ്കിട്ടു. ലൂണാർ മൊഡ്യൂൾ ചന്ദ്രനിലെ താരതമ്യേന സമതലമായ പ്രദേശത്ത് ഇറക്കാൻ കഴിയാതിരുന്നത്, കുണ്ടും കുഴിയും നിറഞ്ഞ ഒരിടത്ത് സാഹസികമായി ലാൻഡ് ചെയ്തത്, ചന്ദ്രനിലേക്കുള്ള ആദ്യ കാൽവയ്പും അവിടെ അനുഭവിച്ച വിജനതയും, അങ്ങനെ ഓരോന്നും ആംസ്ട്രോങ്ങിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ അവർക്ക് കഴിഞ്ഞു. ലൂണാർ മൊഡ്യൂൾ ചന്ദ്രനരികിലെത്തിയപ്പോൾ മുതലുള്ള ഓരോ കാഴ്ചകളും നേരിട്ട് കാണുന്നത് പോലെയുള്ള ഒരനുഭവമായിരുന്നു ആ വിവരണം. അതിനു മുൻപൊരിക്കലും ആംസ്ട്രോങ് ഇങ്ങനെ ഒരു സൗഹൃദ സംഘവുമായി ഇത്രയേറെ സമയം തനിയെ ചെലവഴിച്ചിട്ടില്ല. ചന്ദ്രനിലേക്കുള്ള തന്റെയും ആൽഡ്രിന്റെയും കോളിൻസിന്റെയും യാത്ര ഒരർത്ഥത്തിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്രയായിരുന്നുവെന്ന് ആംസ്ട്രോങ് ഓർത്തു. അവർക്കെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എങ്ങനെയാണ് ലോകത്തെ അറിയിക്കേണ്ടത് എന്നതിനെപ്പറ്റി തയ്യാറാക്കിയ കുറിപ്പ് താഴെ പ്രസിഡന്റ് നിക്സന്റെ കയ്യിലുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന കാര്യത്തിൽ ഒരു നിശ്ചയവുമില്ല. ബഹിരാകാശ പേടകം തുറന്ന് ചന്ദ്രനിലേക്ക് കാൽവെച്ച നിമിഷത്തെക്കുറിച്ച് ആംസ്ട്രോങ് അല്പം തത്വചിന്താപരമായാണ് സംസാരിച്ചത്.